ഹലോ നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് പോപ്പുലറായിട്ടുള്ള ഒരു ഫിഗറിനെ കുറിച്ചിട്ടാണ്, വിച്ച് ഈസ് മൈത്രേയൻ എന്നുള്ളത്. നിങ്ങൾ എത്ര പേർക്ക് അറിയാം എന്ന് എനിക്കറിയില്ല, പക്ഷേ ഹി ഈസ് നൗ ക്വൈറ്റ് പോപ്പുലർ ആൻഡ് ഹി ഈസ് ഓൾ ഓവർ യൂട്യൂബ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ആക്ച്വലി ഐ എം ലേറ്റ് ടു ഡു ദിസ് വീഡിയോ. കാരണം കഴിഞ്ഞ ആഴ്ച ഫ്യൂ ഡേയ്സ് ബാക്ക് 24 ന്യൂസിലാന്ന് തോന്നുന്നു, there was a debate with Hashmi, മൈത്രേയൻ ആൻഡ് രാഹുൽ ഈശ്വർ. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഒരുപാട് ചർച്ചകളും മൈത്രേയൻ പറയുന്നത് തെറ്റാണ് ശരിയാണ് എന്നൊക്കെ പല രീതിയിലുള്ള സംസാരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നിയ വളരെ ഒന്നോ രണ്ടോ പോയിന്റ് മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ. കാരണം ബാക്കിയെല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പോൾ അതിനെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് എനിക്ക് പറയാനൊന്നും താല്പര്യമില്ല. അപ്പോൾ ഐ എം ജസ്റ്റ് ടോക്കിംഗ് ഓൺലി അബൌട്ട് മൈത്രേയൻ. അതിനപ്പുറം എനിക്കൊന്നും പറയാനായിട്ടുമില്ല. സോ മൈത്രേയൻ ഐ ഹാവ് ബീൻ ഫോളോയിങ് ഐ ക്യാൻ സേ ഓൾമോസ്റ്റ് സിൻസ് 5 years. ആൻഡ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ചിന്താരീതികളും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ ചിന്തകളെ മാറ്റാനായിട്ട് അത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ റിയലി എൻജോയ് ഹിസ് വ്യൂ പോയിൻറ്റ് ഓൺ ദ വേൾഡ് ആൻഡ് ബാക്കി എല്ലാ വിഷയത്തിലും എനിക്കത് ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മൈത്രേയൻ്റെ കേസിലേക്ക് വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. അതായത് നമ്മൾ മനുഷ്യർക്ക് പൊതുവേ പല രീതിയിൽ നമ്മൾ തിങ്ക് ചെയ്യും. അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് മെനി പീപ്പിൾ തിങ്ക് ഇമോഷണലി ആൻഡ് മെനി പീപ്പിൾ തിങ്ക് ലോജിക്കലി, കുറച്ച് റീസണിങ്ങും ലോജിക്കലും ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു ഡിബേറ്റിൽ മൊത്തത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മൈത്രേയൻ എന്താ ഫീലിങ്സ് ഇല്ലേ, ഇമോഷൻസ് ഇല്ലേ, മയക്കുമരുന്നെല്ലാം ലീഗലൈസ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കണ്ണിച്ചോരയുണ്ടോ, കുട്ടികളൊക്കെ മയക്കുമരുന്ന് അടിച്ചിട്ട് മാതാപിതാക്കളെ തല്ലിക്കൊല്ലാണ് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഇമോഷൻസ് ഇല്ലേ എന്നൊക്കെയാണ് ഇങ്ങനെ ഹാഷ്മി ചോദിക്കുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആൾക്കാർ രണ്ട് രീതിയിലുണ്ടാവും, ഇമോഷൻ ബേസ് ചെയ്തിട്ട് സംസാരിക്കുന്നവർ, ലോജിക്കലി ബേസ് ചെയ്ത് സംസാരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ബിഗിൻ ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ കൂടുതലും നമ്മുടെ പാരൻസ്, നമ്മുടെ ഫാമിലി, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ സിറ്റുവേഷൻസ്, നമ്മുടെ സോഷ്യൽ സെറ്റപ്പ്, ഇതൊക്കെയാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുക. അപ്പോൾ ആ ഒരു തരത്തിൽ നമ്മുടെ ഏർലി ചൈൽഡ്ഹുഡിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് വികാരാതീതമായിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാനാണ്. കാരണം എല്ലാത്തിൻ്റെയും നമ്മുടെ ഒരു ആക്സസ്, ഒരു ആംഗിൾ എന്ന് പറയുന്നത് നമ്മുടെ പേരൻസാണ്. അപ്പോൾ നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ ഇമോഷണലി അപ്രോച്ച് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി, ഒരു ടെൻഡൻസി നമുക്ക് കൂടുതലായിരിക്കും. ഈ കരച്ചിൽ അല്ലെങ്കിൽ സിവിയർ ഇമോഷൻസ് വരാം, എന്നാലും അയാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെയുള്ളത്. അതിന് മറ്റൊരു കാരണം എന്താ വെച്ചാൽ വി ആർ വെരി നെയ്വ്. അതായത് നമ്മൾ അധികം ലോകം കണ്ടിട്ടില്ല, അധികം ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ കൂടെ നമ്മൾ കടന്നു പോയിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സും വളരെ റോ ആയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാത്തിനോടും ഒരു ഇമോഷണൽ ആംഗിൾ കാണാനായിട്ട് സാധിക്കും. നേരെ മറിച്ച് ചിലരുണ്ട് വളരെ ലോജിക്കലായിരിക്കും. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അവരുടെ പാരൻറ്റിങ് മെത്തേഡായിരിക്കും. ചില പാരൻസ് വളരെ ലോജിക്കലും റീസണബിൾ ആയിട്ടാണ്, റീസണിങ്ങും വെച്ചിട്ടായിരിക്കും കുട്ടികളെടുത്ത് കൂടുതലും ഇടപഴകുന്നതും പാരൻറ്റ് ചെയ്യുന്നതും എല്ലാം. ഇനി മിക്ക കേസിലും ഈ ഫസ്റ്റ് കാര്യമാണ് നടക്കുക, വിച്ച് ഈസ് ഇമോഷൻ ബേസ്ഡ്. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ ജീവിച്ച് വരുമ്പോൾ പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ, കൂടുതൽ പേരെ പരിചയപ്പെടുന്നതിലൂടെ, പല രീതിയിലുള്ള റിലേഷൻഷിപ്പിലും കാര്യങ്ങൾ ഐ മീൻ ഫ്രണ്ട്സ്, അങ്ങനത്തെ പല റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ പോയി അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, വിഷമങ്ങൾ, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇതെല്ലാം കടന്നു വരുമ്പോൾ ദെൻ ചിലർക്കെങ്കിലും ഒരു ഉള്ളിൽ നിന്നൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് വരും. ഞാൻ ആരാണ്, എനിക്ക് എന്താ വേണ്ടത്, ഇതൊക്കെ ശരിയാണോ, എന്നെ പഠിപ്പിച്ചെന്നൊക്കെ ശരിയാണോ, ഞാൻ ഈ ചിന്തിക്കുന്നതൊക്കെ ശരിയാണോ, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ എന്നൊക്കെ ഉള്ള ഒരു ആസ്പെക്റ്റ്, ഒരു ആംഗിളൊക്കെ എത്തും. അപ്പോൾ നമ്മൾ പതുക്കെ വായിച്ചു തുടങ്ങും, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് തുടങ്ങും. ഇങ്ങനെ അന്വേഷിച്ചും വായിച്ചൊക്കെ വരുമ്പോൾ പതുക്കെ നമുക്കൊരു ട്രാൻസിഷൻ വരും. ഈ ഇമോഷൻ ബേസ്ഡ് ആയിട്ട് മാത്രം എല്ലാത്തിനും നമുക്ക് അപ്രോച്ച് ചെയ്താൽ സാധിക്കില്ല. കുറച്ചൊന്ന് മാറി നമുക്ക് എന്ത് നടക്കുമ്പോഴും അതിൻ്റെ പിന്നിലും മുന്നിലും കുറച്ച് പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. ഇത് നടന്നതിന് പിന്നിലൊരു കാരണമുണ്ട്, എൻ്റെ ചില തീരുമാനങ്ങളുണ്ട്, ഞാനെടുത്ത ചില ഡിസിഷൻസ് ആയിരിക്കാം, അതിങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ നമ്മളൊരു തോട്ട് പ്രോസസ്സിലേക്ക് കൂടെ ഇവോൾവ് ചെയ്ത് വരുമ്പോൾ ഈ ഇമോഷൻ കുറഞ്ഞ് നമ്മൾ കുറച്ചും കൂടി ലോജിക്കലി ജീവിതത്തെയും നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ ഓരോ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതെനിക്ക് പ്ലേസ് ചെയ്തിട്ടാണ് മൈത്രേയനെ കുറിച്ച് പറയാൻ. എന്താണെന്ന് വെച്ചാൽ മൈത്രേയൻ ഈസ് മോർ ലോജിക്കൽ ബേസ്ഡ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഇതാണ്. ചിലരങ്ങനെ സൃഷ്ടിക്കപ്പെടുകയല്ല. ഒരാളിങ്ങനെ ജന്മനാ ലോജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സിൽ കൂടെ വരുന്ന ഒരാളല്ല. അതിന് പിന്നിൽ ഒരുപാട് എഫേർട്ടും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരിക്കും. എസ്പെഷ്യലി ഇറ്റ്സ് സംതിങ് റിലേറ്റഡ് ടു നോളജ്, വായന, പുതിയ കാര്യങ്ങൾ പഠിക്കുക, അറിയുക,
അത് എൻജോയ് ചെയ്യുക, അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്കാണ് കൂടുതലും ഈ ഒരു ട്രാൻസിഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വേറെ ബാക്കി ഒരുപാട് പേരുണ്ട് ഇമോഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണുക, ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നത്, ഒരു പ്രശ്നത്തെ പോലും അപ്രോച്ച് ചെയ്യുന്നത്, അതിനപ്പുറം അവർക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ മൈത്രേയൻ എന്ന് പറയുന്ന വ്യക്തി ഒരു വെരി ലോജിക്കൽ പേഴ്സണാണ്. അതേസമയം നിങ്ങൾ ആ ഡിബേറ്റ് നോക്കിയാൽ അറിയാം, ഹാഷ്മി ആണെങ്കിലും രാഹുൽ ഈശ്വർ ആണെങ്കിലും വളരെ ഇമോഷൻ ബേസിസിൽ നിന്നിട്ടാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ആംഗിൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് മൈത്രേയൻ പറയണ എല്ലാം ശുദ്ധ മണ്ടത്തരാണ്, ഇയാൾ എന്തായി വിളിച്ച് പറയണേന്നൊക്കെ തോന്നും. അതേസമയം ഹാഷ്മി വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ടല്ലോ, ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസേണിലൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ തോന്നിപ്പോകുമ്പോൾ സത്യത്തിൽ ഈ ഒരു പ്രശ്നത്തിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസേണോ കാര്യങ്ങളോ ഒന്നുമല്ല വേണ്ട, നമുക്ക് വളരെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ തന്നെയാണ് മൈത്രേയൻ കൂടുതലും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ ഞാനീ പറയുന്നത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് മൈത്രേയനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കണം, അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങളിതൊന്നും കേട്ടിട്ട് സത്യം പറഞ്ഞാൽ കാര്യമില്ല, നിങ്ങൾക്ക് തോന്നുന്നത് എന്താ ഞാനീ പറയണേ എന്നുള്ളത്. ഞാൻ പറയില്ല, ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒന്നും പറയാതെയാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് മൈത്രേനെ കുറിച്ച് അറിയണമെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. അപ്പോൾ ഞാനിരുന്ന് പറഞ്ഞാൽ അതിൻ്റെ സമയം കളയേണ്ട ആവശ്യമില്ല. ബട്ട് ഇഫ് യു ആർ എനി പേഴ്സൺ ഹു ഹാസ് ഓൾറെഡി സീൻ ഓൾ ദോസ് ഡിബേറ്റ്സ് ആൻഡ് തിങ്സ്, ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് മൈ പോയിൻറ്റ് എന്നുള്ളത്. അതേപോലെ തന്നെ മൈത്രേയൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ മാതിരി ഒരു ലെവൽ മുകളിൽ നിന്നിട്ടാണ് അദ്ദേഹം ചിന്തിച്ചിട്ട് സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊക്കെ ലെവൽ താഴെയാണ് എന്നല്ല ഞാൻ പറയുന്നത്. അതായത് നമ്മൾ കുറച്ചും കൂടി വായിച്ചും ആൾക്കാർ പരിചയപ്പെട്ടും ലോകം കണ്ടും കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ടുള്ള രീതിയിൽ നമ്മുടെ തോട്ട് പ്രോസസ്സ് ഉയർന്നാൽ മാത്രമേ അദ്ദേഹം പറയുന്ന ആ ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ആംഗിളിൽ നമ്മൾ പറയില്ല, അത് നമുക്ക് കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് തോന്നും ഇയാൾ എന്ത് വിഡിത്തറി പറയുന്നത്, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്നൊക്കെയുള്ളത്. പക്ഷേ whatever he says is very logical, is highly practical, deep within you. നിങ്ങളൊരു മനുഷ്യൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം പ്ലീസിങ് ദ സൊസൈറ്റി ഈസ് വെരി ഡിഫിക്കൽട്ട്, ആൻഡ് വാട്ട് എവർ ഹി സേസ് ഇസ് നെവർ പ്ലീസസ് എ സൊസൈറ്റി. കാരണം സൊസൈറ്റിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചട്ടക്കൂടിന് പുറത്ത് നിന്നിട്ട് കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് മൈത്രേയൻ. അപ്പോൾ എനിക്ക് ലോജിക്കൽ ഇമോഷണൽ കാര്യം ഈ മൈത്രേയൻ്റെ കേസിൽ ഒന്ന് ഇടണം എന്നുണ്ടായിരുന്നു. സോ ദാറ്റ് ഇസ് ദ മെയിൻ ഇൻറ്റൻഷൻ ഓഫ് ദിസ് വീഡിയോ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.